അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാവൽ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടേക്കാണ് നമ്മൾ വിൻ്റർ വെക്കേഷന് പോകുന്നതെന്നും ഒക്കെ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് കാണുക, ഞാൻ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു കാടിന് നടുക്കുള്ളൊരു വീടാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ഇതിൻ്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റും മുകളിലാണ് ഹോം സ്റ്റേയും. അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടി അവർ നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് തന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഗ്യാസും ഉണ്ട്, അതിന് പറ്റിയ ഗ്രില്ല് ചെയ്യാൻ പറ്റിയൊരു സ്റ്റൗവും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഗ്രില്ലൊക്കെ ചെയ്താണ് കഴിച്ചത് രാത്രിയിൽ. ഇതിൻ്റെ താഴ്ഭാഗത്ത് ആണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ സമ്മറിൽ ഇവിടെ ഭയങ്കര ആക്റ്റീവാണ് റെസ്റ്റോറൻ്റായിട്ട്. കാരണം ഈ ഹൈക്കിങ്ങിനൊക്കെ വരുന്ന ആളുകൾ ഇവിടെ വന്നിരുന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെയറും ടേബിളും ഒക്കെയാണ് ഇതേ ഈ മടക്കി ഈ സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന ഫർണിച്ചേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ കാണാനില്ല, കാരണം മൊത്തം കാടാണല്ലോ. അപ്പം വിൻ്റർ കൂടി ആയതുകൊണ്ട് ഇലകളൊക്കെ പൊഴിഞ്ഞ കുറേ മരങ്ങൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് ഊഞ്ഞാലും സ്ലൈഡും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വീടിനകത്തേക്ക് കയറി. ഇവിടെ താഴോട്ട് വഴിയുണ്ട്, അത് അവരുടെ പ്രൈവറ്റ് ഏരിയ ആണ്, അവിടെ നമുക്ക് പോകാൻ അനുവാദമില്ല. പിന്നെ കയറി വരുമ്പോൾ തന്നെ അവരുടെ പ്രൈവറ്റ് റൂമുണ്ട്, അവിടെ നമുക്ക് അനുവാദമില്ല. ഇത് ലേഡീസിൻ്റെ ടോയ്ലറ്റാണ്, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ജെൻസ് ടോയ്ലറ്റും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുളിക്കാനും കക്കൂസി പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇതാണ് നമ്മളുടെ ഹോം സ്റ്റേയിലേക്കുള്ള വഴി. ഇതെല്ലാം തടി കൊണ്ടാണ്, കണ്ടോ. അപ്പം നമ്മൾ മേളിലേക്ക് കയറി. ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ 2 ബെഡുണ്ട് ഈ സൈഡിൽ. പിന്നെ ഇപ്പുറത്താണെങ്കിൽ ഒരു കിച്ചൺ ഉണ്ട്, പിന്നെ 2 ബെഡ്റൂംസ് ഉണ്ട്. അപ്പോൾ കിച്ചൺ എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്, കുക്ക് ചെയ്യാൻ സ്റ്റൗ ഉണ്ട്, പിന്നെ ഓവൻ ഉണ്ട്, കോഫി മേക്കർ ഉണ്ട്, പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് കെറ്റിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ 2 റൂംസാണുള്ളത്, ഡോർമെറ്ററി പോലെയാണ്. ഒരു റൂമിൽ 5 പേർക്കൊക്കെ കിടക്കാം, മറ്റൊരു റൂമിൽ 7-8 പേർക്കൊക്കെ കിടക്കാം. അപ്പോൾ നമുക്ക് സിംഗിൾ റൂമൊന്നും അങ്ങനെ ഇല്ല, അതായത് കപ്പിൾസിന് മാത്രമായിട്ടുള്ള റൂംസൊന്നും ഇല്ല, ഇങ്ങനെ എല്ലാവർക്കും കൂടെ കിടക്കാൻ പറ്റിയ റൂംസാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തടിയായിട്ടാണ്, തടി കൊണ്ടുള്ള ഫ്ലോറ്, തടി കൊണ്ടുള്ള റൂഫൊക്കെയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ. നല്ലൊരു ഹോം സ്റ്റേ ആണ്, ഗ്രൂപ്പായിട്ടൊക്കെ പോയിട്ട് എല്ലാവർക്കും സ്റ്റേ ചെയ്യാൻ പറ്റും.